ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വന്ന് ഞാനൊരു കവറിൽ കുറച്ച് വേസ്റ്റ് കൊണ്ടുപോകാൻ 25,000 രൂപ വരെ ഫൈൻ ഇടും. നിങ്ങൾക്ക് നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇതിനാണോ നിങ്ങൾ ഈ ക്യാമറ വെക്കാതിരിക്കുന്നത് ചോദിക്കുന്നത്? പരിഹാരത്തിന് വേണ്ട ആവശ്യങ്ങളുമായി അധികാരികളുടെ മുമ്പിലും പോലീസിലുമൊക്കെ പരാതി കൊടുത്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയാണ് കൊണ്ടിടേണ്ടത് എന്നുള്ളത് പോലും അറിയാത്ത ഒരു സംഭവമുണ്ട്. ഇത് ഒരു തരം കൊള്ളയാണ് ഈ സംഭവങ്ങള്. കാരണം നമ്മൾ ഇത്രയും ആധുനികമായിട്ട് വളർന്നിട്ട് ഇത്രയും സംവിധാനം ചെയ്തിട്ട് നമുക്ക് കുന്നമംഗലം പഞ്ചായത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചില സ്ഥലങ്ങളിലൊക്കെ ചില ചാക്കുകെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വീടുകളിൽ നിന്നും ഹരിതസേന എന്ന് പറഞ്ഞിട്ട് ശേഖരിച്ചു വെക്കുന്ന ചാക്കുകൾ റോഡിന്റെ പല ഭാഗങ്ങളും കൂട്ടിയിടുകയാണ്. കുതിർന്ന് നാശമായി. അപ്പോ ശരിക്കും ഇവർക്ക് പ്രശ്നമേ ഇല്ല. അതായത് നമ്മളുടെ വീട്ടിൽ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രം അവർക്ക് പ്രശ്നം. ഇവര് പുറത്ത് കൂട്ടിയിട്ട് അത് നനഞ്ഞാലോ നായ കടിച്ചാലോ ഒന്നും പ്രശ്നമുള്ള വിഷയമില്ല. ഇത് നാണക്കേടാണ് ശരിക്കും കുന്നമംഗലം പഞ്ചായത്തെ. എത്ര ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട്? 4 ദിവസം. എന്തിന്റെ അടിസ്ഥാനം? ഒരു വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളരുത് എന്ന് വെച്ചിട്ടാണ് കിടക്കുന്നത് അല്ലേ? വേസ്റ്റ് തള്ളരുത് എന്ന് വെച്ചിട്ടല്ല കിടക്കുന്നത്. ഒരു കുറ്റകൃത്യം ചെയ്തതിനെതിരായി ഈ നാട് ശുദ്ധവായും ശുദ്ധ ജലവും ഒക്കെ ഉള്ള ഒരു നല്ല നാടാണ്. ഇവിടെ മലീമസമാക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എത്ര ദിവസം കിടക്കാനും ഞാൻ അഭിമാനത്തോടു കൂടിയായിട്ട് അതിനെ കാണുന്നത്. പക്ഷേ ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. നമസ്കാരം. ഒരു ജനവാസ പ്രദേശത്ത് വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് 4 ദിവസം നിരാഹാരം കിടക്കുക, അതും കുറച്ച് ആളുകൾ ഇതിലേക്ക് പ്രതിഷേധിച്ചിറങ്ങുക. എന്തൊരു നാണക്കേടാണ് നമ്മളുടെ കേരളത്തിന് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പോണ കുറച്ച് ആളുകളുണ്ട്. അവരെ പോലും മടുപ്പിക്കുന്ന രീതിയിലേക്ക് നിരാഹാരം കിടക്കുക, വേസ്റ്റ് ഇടരുത്, അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമറ വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അതിന് പോലും ഇവിടുത്തെ പഞ്ചായത്ത് മുതിരുന്നില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിലേക്ക് വിഷമം ഉളവാക്കുന്ന സംഭവമാണ്. 4 ദിവസമായിട്ട് ഇവിടെ ഒരു പ്രദേശത്ത് വേസ്റ്റ് ഇടരുത് എന്ന് പറഞ്ഞ് നിരാഹാര സമരം കിടക്കുന്നത് തന്നെ നാണക്കേടാണ്. കാര്യം ഇത് ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശരിക്കും കണ്ണുകൊണ്ട് കാണണം. ഒരാൾ നിരാഹാരം കിടക്കേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്തിന്റെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി 4 തവണ കക്കൂസ് മാലിന്യങ്ങൾ, ശുചിമുറി മാലിന്യങ്ങൾ ഈ പാതിരാ നേരത്ത് ഇവിടെ കൊണ്ടുവച്ച് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിൽ ഈ പ്രദേശത്തെ കുറെ ആളുകൾ അവര് സ്വന്തമായിട്ടും അല്ലാതെ സംഘടനാപരമായിട്ടൊക്കെ പരിഹാരത്തിന് വേണ്ട ആവശ്യങ്ങളുമായി അധികാരികളുടെ മുമ്പിലും പോലീസിലുമൊക്കെ പരാതി കൊടുത്തെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സംഗമത്തിൽ MLA അടക്കമുള്ള ശ്രീ ധനീഷ് ലാൽ അടക്കമുള്ള ജനപ്രതിനിധികൾ. ധനീഷ് ലാൽ ശരിക്കും ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണല്ലേ? ഒരാളെ ജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെമ്പർ ആക്കുന്നത് കുറെ ആളുകൾ വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ വിശ്വാസം ശരിക്കും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ശരിക്കും ഇവിടെ തീർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു വിഷയമാണ്, പക്ഷേ പഞ്ചായത്ത് ഇടപെടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഞ്ചായത്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നിരാഹാരം കിടക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിലേക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം രീതിയിലേക്ക് ഒരു ഏരിയ മൊത്തം നശിപ്പിക്കുന്ന ഈ വേസ്റ്റ്, ഇതിന് ശരിക്കും തക്കതായ ലെവലിലേക്ക് പ്ലാന്റുകൾ കൊണ്ടുപോകേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്ക് പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പ്രേക്ഷകരെ. അതായത് നമ്മളുടെ കയ്യിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയാണ് കൊണ്ടിടേണ്ടത് എന്നുള്ളത് പോലും അറിയാത്ത ഒരു സംഭവമുണ്ട്. ഇത് ഒരു തരം കൊള്ളയാണ് ഈ സംഭവങ്ങൾ. അതായത് പലപ്പോഴും വേസ്റ്റ് എടുത്ത് പോലും വീടിന്റെ മുറ്റത്ത് വെച്ച് അത് അവർ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് വേറെ, കുപ്പി വേറെ, മാലിന്യം വേറെ എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടിടാൻ വേണ്ടി ഒരു സ്ഥലമില്ല എന്നുള്ളത് വലിയ വിഷമകരമായ സംഭവമാണ്. അതിപ്പോ കൊച്ചിയിലും കോഴിക്കോടും ഒന്നുമില്ല പറയാം. ഈ ധനീഷ് ലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സമരമൊന്നുമല്ല. ഇതുപോലുള്ള ജനകീയ വിഷയങ്ങൾ, നാടിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പല സമരങ്ങളും നടത്തിയ ആളാണ് അദ്ദേഹം. ഒരു ഈ പ്രദേശത്തുകാരൻ എന്നതിന്റെ അപ്പുറം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹം ചെയ്യുന്ന 3-4 സമരങ്ങൾ അദ്ദേഹം ഈ പ്രദേശത്ത് തന്നെ നടത്തുകയുണ്ടായി. ഈ റോഡ് ഏതാണ്ട് 2 വർഷത്തോളം പ്രവർത്തന നടത്തി തീർക്കാതെ ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു ഉപവാസം നടത്തി അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ധനീഷ് ലാൽ 110 kV സബ്സ്റ്റേഷന്റെ ലൈന് പോകുന്നത് ജനവാസ മേഖലകളിലൂടെ പോയപ്പോ അതിനെതിരെ സമരം ചെയ്ത ധനീഷ് ലാൽ
ഈ കാര്യം ഏറ്റെടുത്ത് സമരം ചെയ്ത് മുന്നോട്ട് വരിക. ഇവിടുത്തെ ജനങ്ങൾ പ്രതിഷേധ സംഗമം നടത്തി അതിന്റെ പിറ്റേ ദിവസം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അതിൽ പ്രതിഷേധം അറിയിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ ധനീഷ് ലാൽ അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ച് പോയതിന്റെ പിറ്റേ ദിവസം അതേ സ്ഥലത്ത് ഈ പ്രസംഗിച്ച വേദിക്കരികെ മാലിന്യം തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെയോ ഒത്താശ കൊണ്ടാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഇതിലൊരു ചെറിയൊരു കാര്യം പറയട്ടെ. ഇത് ഏത് പഞ്ചായത്താണ്? ഇത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 4, 5, 9 വാർഡുകളുടെ ഒരു സംഗമ ഭൂമിയാണ്. കുന്നമംഗലം പഞ്ചായത്തിന്റെ 4, 5, 9 സംഗമഭൂമി അല്ലെ? അപ്പൊ അതായത് കുന്നമംഗലം പഞ്ചായത്തിലെ ഒരു സ്ഥലമാണിത് അല്ലെ? നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ക്യാമറ വാങ്ങി ഫിറ്റ് ചെയ്യാവുന്ന സംഭവം മാത്രമേ ഇതിനുള്ളൂ. നിങ്ങൾ ആരോടാണ് വാശി പിടിക്കുന്നത്? ആരോടാണ് ദേഷ്യം പിടിക്കുന്നത്? അല്ലെങ്കിൽ ഇത് നിർത്താൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത്? ഇവർ പല തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നത്, പരാതി കൊടുത്ത് തെളിവുകൾ അടക്കം കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസെടുത്തതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വന്ന് ഞാനൊരു കവറിൽ കുറച്ച് വേസ്റ്റ് കൊണ്ടുപോകാൻ 25,000 രൂപ വരെ ഫൈൻ ഇടും. നിങ്ങൾക്ക് നാണമില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇതിനാണോ നിങ്ങൾ ഈ ക്യാമറ വെക്കാതിരിക്കുന്നത് ചോദിക്കുന്നത്? ഇത്രയേറെ രീതിയിലേക്ക് കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുന്നു. ആ ഒരു പ്രദേശത്ത് നല്ല വായു ശ്വസിക്കണം എന്ന് വെച്ച് ഇവിടെ കുറച്ച് ആളുകൾ സംഘടിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിരാഹാരം കിടക്കുന്നു. ഇത്തരം രീതിയിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടോ ശരിക്കും ഇതില്? തീർച്ചയായിട്ടും ഇല്ല. കാരണം വെച്ചാൽ ഒരു പരാതി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ രീതിയിൽ ഇന്ന് AI യുഗത്തിലേക്ക് കടന്നിട്ട് പോലും നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ ആ സമയത്ത് തന്നെ നമ്മുടെ വീടുകളിലേക്ക് നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ അയക്കുന്ന കാലമാണ്. ഈ കാലത്തിൽ ഇത്രയും വലിയ റോഡിലൂടെ ഇത്രയും വലിയ വാഹനത്തിൽ മാലിന്യം കൊണ്ട് ചൊഴുക്കിയിട്ട് അത് പിടിക്കാൻ കഴിയുന്നില്ല എന്നത് നമ്മൾ തെളിവ് കൊടുത്തതല്ലേ? നമ്മൾ തെളിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പറൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഈ രാത്രി പാതിരാക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രദേശത്തുള്ള 1-2 ആളുകൾ ഏതാണ്ട് സൂചന കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. ആക്ഷൻ ഒന്നും എടുത്തില്ല. ഇല്ല, എടുത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലല്ലോ. തീർച്ചയായും. അതായത് മരണം വരെ നിരാഹാരത്തിലേക്ക് പോകും എന്നാണ് നമ്മളോട് എന്താണ് പറയാ ധനീഷ് വെളിപ്പെടുത്തിയത്. കാര്യം ഒരു രീതിയിലേക്ക് നമ്മൾ ജീവിക്കണമെങ്കിൽ, നല്ല രീതിയിലേക്ക് ജീവിക്കണമെങ്കിൽ സമരം ചെയ്ത് നീതി വാങ്ങിയെടുക്കേണ്ട അവസ്ഥ വല്ലാത്ത ലജ്ജാകരമാണ്. ശരിക്കും ഇതൊരു മനുഷ്യന്റെ പ്രശ്നമാക്കി മനുഷ്യനെ ശുദ്ധവായു ശ്വസിക്കാനുള്ള അവകാശമായിട്ട് മാറ്റണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുന്നമംഗലം പഞ്ചായത്തിനോട് പറയാനുള്ളത്. നൗഷാദക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു സംഭവത്തിന് നിങ്ങളെ പൂർണ്ണ പിന്തുണ ഉണ്ടാവണം. രണ്ടാമത്തെ വർഷം ഇത്തരം രീതിയിലേക്ക് ഒരു സാധനം കൊണ്ടുപോയി ഇടുന്ന ഇത് ചെറിയ വിഷയമുള്ള കേസല്ല. അതായത് ഞാൻ പലപ്പോഴും സ്റ്റോറി ചെയ്തിട്ടുള്ളത് ഈ വേസ്റ്റ് കൊണ്ടിടാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സജ്ജീകരണം ഒരുക്കേണ്ടത് വലിയ അത്യാവശ്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്ക് ഒരു പ്രദേശം നശിപ്പിക്കുന്ന രീതിയിലേക്കാണല്ലോ, അത് ചെയ്യരുത് എന്ന് വെച്ചിട്ടാണല്ലോ ഇത്തരം സമരങ്ങളൊക്കെ വരുന്നത്. എന്താണ് പറയാനുള്ളത്? ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു വലിയ ബിൽഡിങ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെയോ പിന്നെ ലൈസൻസുകൾക്ക് ബാധകമായിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ച് അതിൽ അനാവശ്യമായും ആവശ്യമായും ആളുകളെ തിരികെ കയറ്റി ഹോസ്റ്റലായിട്ടും മറ്റും നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഹോട്ടലിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്, അത് ടാങ്ക്, അതിന് പറ്റാത്ത ടാങ്ക് ഉണ്ടാക്കി ഇതിനൊന്നും സംസ്കരണ പ്ലാന്റുകളൊന്നുമില്ലാതെ ഈ പെർമിഷൻ കൊടുത്ത് ഈ നമ്മുടെ പഞ്ചായത്തുകളും മറ്റുള്ള ലൈസൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഈ ലൈസൻസ് കൊടുക്കുന്ന ഘട്ടങ്ങളിൽ തൊട്ട് അഴിമതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർ കൃത്യമായി പണിയെടുക്കാത്തത് കൊണ്ട് അവിടെ അധികം ആളുകളെ താമസിപ്പിച്ച് ആ വേസ്റ്റ് പുറന്തള്ളാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെ ക്രിമിനൽ വാസനയുള്ള അല്ലെങ്കിൽ ക്രിമിനലുകൾ ഇത്തരം ടാങ്കറുകളൊക്കെ ഉപയോഗിച്ച് അവർ കൊട്ടേഷൻ വലിയൊരു മാഫിയ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ ജലസംഭരണികളുടെ സൈഡില്, പുഴകളുടെ സൈഡില് ഒക്കെ ആളില്ലാത്ത ഓടകളില്, ആ സൈഡില് ജനവാസമില്ലാത്ത മേഖലകളിലൊക്കെ ഈ വേസ്റ്റ് പുറന്തള്ളും. അത് എത്രത്തോളം ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടുകാർക്കുണ്ട് എന്നുള്ളത്, ജനങ്ങൾക്ക് സാമൂഹ്യപരമായിട്ട് ആരോഗ്യപരമായിട്ട് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ പറയാം, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ധനീഷ് ലാൽ ഇത്തരത്തിൽ ഇവിടെ ഒരു സമരം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യചിഹ്നമാണ്. കാരണം നമ്മൾ ഇത്രയും ആധുനികമായിട്ട് വളർന്നിട്ട് ഇത്രയും സംവിധാനം ചെയ്തിട്ട് നമുക്ക് കുന്നമംഗലം പഞ്ചായത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചില സ്ഥലങ്ങളിലൊക്കെ ചില ചാക്കുകെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ വീടുകളിൽ നിന്നും ഹരിതസേന എന്ന് പറഞ്ഞിട്ട് ശേഖരിച്ചു വെക്കുന്ന ചാക്കുകൾ റോഡിന്റെ പല ഭാഗങ്ങളിലും കൂട്ടിയിടുകയാണ്. എനിക്കറിയാം, പഞ്ചായത്തിന് മുമ്പിൽ തന്നെ
ഇല്ല, ടൺ കണക്കിന് സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താ, പഞ്ചായത്തിന് മുമ്പിലാണ് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് അത് മഴ കൊണ്ട് കുതിർന്ന് നാശമായി. അപ്പോ ശരിക്കും ഇവർക്ക് പ്രശ്നമേ ഇല്ല. അതെ, അതായത് നമ്മളുടെ വീട്ടിൽ ഉള്ളിൽ കിടക്കുമ്പോൾ മാത്രം അവർക്ക് പ്രശ്നം. അതാണ് ഇവര് പുറത്ത് കൂട്ടിയിട്ട് അത് നനഞ്ഞാലോ നായ കടിച്ചാലോ ഒന്നും പ്രശ്നമുള്ള വിഷയമില്ല. ബസ് സ്റ്റാൻഡിലേക്ക് തീർച്ചയായും ഞാൻ പറയുന്നത് ഇതൊക്കെ തീർച്ചയായും പരിഹരിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ നിരാഹാര സമരം തുടരും. വീണ്ടും മറ്റു ചാനലുകളും എല്ലാവരും ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു ക്യാമറ വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് ഇടുന്ന ആളുകളെ ഒന്ന് കണ്ടുപിടിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉദ്യോഗസ്ഥര് ഈ ഇപ്പോ നൗഷാദ് പറഞ്ഞ പോലെ പല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നല്ല പണിയെടുക്കുന്നുണ്ട്. അതായത് നിന്ന് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ചില ഉദ്യോഗസ്ഥര് നല്ല രീതിയിലേക്ക് പോക്കറ്റ് നിറയ്ക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അവരെ പോലുള്ള ആളുകളുടെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ചില ആളുകൾ വേസ്റ്റ് വേണം ഒന്നും വേണ്ട, ഇവിടെ ഒന്നും ഇല്ലാതെ ലൈസൻസ് കൊടുക്കുന്ന പല ഉദ്യോഗസ്ഥരില്ലേ. അപ്പോ ഉദ്യോഗസ്ഥന്മാര് പണിയെടുക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിന്നാലൊക്കെ ഞങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാള് അവിടെ നിരാഹാരം കിടക്കുകയാണ്. ഇത് നാണക്കേടാണ് ശരിക്കും കുന്നമംഗലം പഞ്ചായത്തെ.